രാഹുൽ നല്ലൊരു പാട്ട് ഓർമ്മ, ഭക്തിഗാനം ഓർമ്മല്ല. ചന്ദന സുഗന്ധികൾ ചെമന്തികൾ. അപ്പോ ഒരു കാര്യം പറയാൻ വന്നത്, വർഷത്തിൽ 3 പ്രാവശ്യം മലേഷ്യൻ ട്രിപ്പ് പോകുന്ന ഒരാൾ, ഫാമിലി ആയിട്ട് ഉള്ള സ്ത്രീയും കൊല പുരുഷനും, തൊട്ടപ്പുറത്ത് അന്നത്തിന് പോലും നിവർത്തിയില്ലാത്ത ഒരു ഡിവോഴ്സിയോ ഒരു സിംഗിൾ മദറോ തൻ്റെ കൊച്ചിനും റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി ഒരു ബിരിയാണി മേടിച്ചു കൊടുക്കുന്നതിൽ ഭയങ്കര ചെലവാണ്. 2 പേര് അധ്വാനിച്ചുണ്ടാക്കുന്നത് ഒരാളുണ്ടാക്കി 4 പേരുള്ള ഒരു ഫാമിലിക്ക് പകരം ഒറ്റയാൾ പട്ടാളമായിട്ട് വർഷങ്ങളോളം 18-20 വർഷങ്ങളോളം നിൽക്കുന്ന മനുഷ്യരാണ്. അവരെന്തുകൊണ്ട് അങ്ങനെ നിൽക്കുന്നത് വെച്ചാൽ തൻ്റെ കുഞ്ഞുങ്ങൾ മറ്റൊരിടത്ത് അവഹേളിക്കാൻ പാടില്ല. നമ്മളൊക്കെ ജനിച്ചപ്പോൾ നമുക്ക് അപ്പനും ഉമ്മയും ഉണ്ടല്ലോ, ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പൊ പിന്നെ നമ്മുടെ കൂടെ ഉത്തരവാദിത്വമല്ലേ അവർക്ക് സ്വന്തം വോട്ടിച്ച് മനസ്സിലാവും വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ എല്ലാവരോടുമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ കൂടെ താമസിച്ചിട്ടുണ്ടോ? വർഷത്തിൽ ഒരു ദിവസമെങ്കിലും. താമസിപ്പിക്കാനും പറ്റത്തില്ല, കാരണം 10-18 അല്ല, നഴ്സിംഗ് തൊട്ടേ ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്ക് ഒരാളെ അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സംസാരിക്കാൻ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം എന്നുള്ള ഉപരി ഒരാളെ കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടി പറയും ചിലപ്പോൾ, വരുന്ന ആളെ നമ്മൾ വണ്ട അടിച്ച് പൊട്ടിച്ചാലും ശരിയാണ്. നമ്മൾ ഒത്തിരി അങ്ങനെയൊക്കെ ഉള്ളൊരു ഒത്തിരി ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. എനിക്കൊരിക്കൽ ഒരു സെക്കൻഡ് പ്രൊപ്പോസൽ വന്നത് ഫ്രം US, 7th മാരേജ് ആയിരുന്നു. നമ്മൾ പിന്നെ പേപ്പേഴ്സ് ഉൾപ്പെടെ കണ്ടുപിടിച്ചു. ഇങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ഞാൻ ഇതിനെയൊക്കെ നേരിടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, എൻ്റെ കൂടെ നിന്നിട്ടില്ല, എന്നെ കണ്ടിട്ടില്ല, ഒരു ദിവസം പോലുള്ള പരിചയമില്ല, അതെൻ്റെ ബന്ധുവാവട്ടെ, കൂട്ടുകാരനാവട്ടെ, കൂട്ടുകാരിയാവട്ടെ, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എങ്ങനെ അനാവശ്യം പറയാൻ പറ്റും? നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾക്ക് എന്നോട് നിങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ എന്നോടൊന്ന് ചോദിക്കാം. ഒരാളുടെ ജീവിതം നശിപ്പിക്കാത്ത എന്ത് സത്യവും ഞാൻ തുറന്നു പറയാം. അപ്രിയ സത്യങ്ങൾ പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒരാളുടെ ജീവിതം നശിപ്പിക്കുന്നതാണെങ്കിൽ അതെനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്, എൻ്റെ ആയാലും വേറൊരാളുടെ ആയാലും. അത് ഒഴിച്ച് ബാക്കി എന്ത് വേണമെങ്കിലും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറയുന്നത്, കണ്ടിട്ടില്ലാത്ത ഒരാളെ പറ്റി അനാവശ്യം പറയുമ്പോൾ, അല്ലെങ്കിൽ ലൈക്ക് ചെറിയ ചെറിയ അനാവശ്യങ്ങൾ, നമ്മൾ ലാവിഷാണ്, ജീവിതത്തിൽ മട്ടൻ 3 പ്രാവശ്യം കഴിച്ചു, 3-4 പ്രാവശ്യം കഴിച്ചിട്ടുള്ളത് ഞാൻ, അത്രയും കെയർഫുൾ ആയിട്ട് ജീവിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് 25,000 രൂപയുടെ സാരി, അത് മര്യാദയ്ക്ക് നല്ലതൊരെണ്ണം തിരഞ്ഞെടുക്കാൻ അറിയത്തില്ല എങ്കിൽ അതെൻ്റെ മിസ്റ്റേക്ക് അല്ല. ഞാൻ വാങ്ങി നല്ല 300-400 അപ്പോൾ പറഞ്ഞു വന്നത്, ഇങ്ങനെ അനാവശ്യം പറയുമ്പോൾ ഞാൻ സാധാരണ ചെയ്യാമെന്ന് വെച്ചാൽ, പണ്ടൊക്കെ കന്മതത്തിലെ മഞ്ജുവിനെ പോലെ എൻ്റെ നാട്ടിൽ അന്വേഷിച്ചാൽ അറിയായിരിക്കും, ഞാൻ കുറേ നാളായിട്ട് താമസിക്കുന്നത്. എൻ്റെ വീട്ടിലൊന്നും ആരും വന്ന് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ സംസാരിക്കുകയും കൂടെ നടക്കുന്നവരും എല്ലാം നമ്മുടെ പറഞ്ഞ അത് അവരങ്ങനെ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലാണെങ്കിലല്ലോ. പിന്നിപ്പോൾ നമുക്ക് മനുഷ്യരല്ലേ, fill in the blanks with suitable words. അപ്പം ഞാൻ എന്താ ചെയ്തതിനൊക്കെ പരിഹാരം നമുക്ക് ഒരുപാട് പേര് നേരിടേണ്ടി വരുന്ന വെച്ചാൽ, ഞാൻ നിങ്ങളൊരു പേപ്പറിൽ എഴുതും, സുമേഷ് എന്നെക്കുറിച്ച് അനാവശ്യം പറയുന്നു, രമേശ് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി തിരിച്ചു തരുന്നില്ല, രമണി എൻ്റെ കുടുംബം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, ദിസ് ആൻഡ് ദാറ്റ് റൈറ്റ് അപ്സ് എഴുതും. എന്നിട്ട് തിരുപ്പതിയിലോ പളനിയിലോ ഗുരുവായൂരോ പോകുമ്പോൾ ഭണ്ഡാരത്തിൽ ഇടും. ഞാൻ കണ്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷവും എൻ്റെ അന്നം മുട്ടിച്ചവരുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നത്. അതുകൊണ്ട് ബി കെയർഫുൾ. എനിക്ക് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ കുരുട്ട് പോലെ ചിന്തിക്കാൻ, ഒരാൾ എന്നെ ഉപദ്രവിച്ചു അവർക്ക് തിരിച്ച് പ്രതികാരം, അതെൻ്റെ അല്ല, അത് ചെയ്യാൻ പാടില്ല എന്നാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്. എനിക്കത് മടിച്ച് ഞാൻ കുറച്ച് ഭയങ്കര ലേസിയാണ്. അതുകൊണ്ടാണ് ഈ IT തന്ത്രങ്ങൾക്കൊന്നും ഞാൻ തിരിച്ച് മറുപടി പറയാത്തത്. കാരണം അതെൻ്റെ കാര്യമല്ല, എനിക്കത് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ അതെൻ്റെ കാര്യമല്ല. ഇങ്ങനെ ഒറ്റയ്ക്കായി പോകുന്ന ആൾക്കാർക്ക് ദൈവം ഒരു അതീന്ദ്രിയ ബുദ്ധി കൊടുക്കും. ഒരു കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ചാടാൻ പോകുന്ന രക്ഷപ്പെടാനുള്ള വഴികൾ നമുക്ക് പറഞ്ഞുതരും. സോ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനൊരു വലിയ കാര്യമുണ്ട്. അത് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി. ഫ്രം 20 ഓൺവേർഡ്സ് ഞാൻ ഒരു 20 ഓൺവേർഡ്സ് ഞാൻ ഹെൽപ്പിംഗ് ചെയ്യാറുണ്ട്.
അതായത് സൈക്കോ സോഷ്യൽ അസസ്മെന്റ് ഇല്ലാതെ, ഒരാളെ കുറിച്ചുള്ള ഡീറ്റെയിൽ അസസ്മെന്റ് എടുക്കാതെ വേറൊരാൾ സജസ്റ്റ് ചെയ്യുന്നത് കേട്ടിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ദൈവം നമ്മളോട് സഹായിക്കാൻ പറഞ്ഞിട്ടില്ല, ആവശ്യമായവന് മാത്രം. അത് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. ഒത്തിരി ഉണ്ട്. ഒരു 21 വർഷം ഈ ഒരു ഒരു ബോധം വന്ന സമയം തൊട്ട് ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ, നമ്മൾ സഹായങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കരമായ ഈ കൂടോത്രം, ആഭിചാരം ഇതൊക്കെ ഉള്ളതാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വർഷം വരെ ഇതിലൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ലായിരുന്നു. ഒരു കല്യാണത്തിന് ജാതകം നോക്കുന്ന പോലും വിശ്വസിച്ചിട്ടില്ലാത്ത ഒരാളാണ്. പക്ഷെ പിന്നെ ഇതൊക്കെ എനിക്ക് വിശ്വസിക്കേണ്ടി വന്നു, ഇതൊക്കെ ഉണ്ടെന്ന്. അപ്പം അങ്ങനെ അതിക്രൂരമായ ഇതിൽപ്പെട്ട് കിടക്കുന്നവരെ ആയിരിക്കും നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക്, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ശരിയാണോ സത്യമാണോ ഇനി പിശാച് എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണോ കൃഷ്ണൻ എനിക്കറിയത്തില്ല. നമ്മൾ ഒരാളെ, എൻ്റെ ഒരു അനുഭവത്തിൽ, ഞാൻ എൻ്റെ നഴ്സിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് ഓരോ ജീവിതങ്ങൾ, ഓരോ വർഷവും എന്തെങ്കിലും അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി നമ്മളോട് സജസ്റ്റ് ചെയ്തിട്ട് നമ്മളത് ചെയ്തിട്ട് വരുമ്പോൾ 1 മാസത്തെ ഡിപ്രഷനും 1 മാസത്തോളം നമ്മളിൽ സൂയിസൈഡൽ തോട്ട്സും വരും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ? കാരണം അവരിലെ നെഗറ്റീവ് എനർജി, അന്ന് വിചാരിച്ചാൽ സഹായിക്കേണ്ടെന്നല്ല, 2 തരത്തിലുണ്ട്. നമ്മളോട് സഹായം അഭ്യർത്ഥിക്കുന്നവര് പല കാര്യങ്ങളും മൂടി വെക്കും, മനസ്സിലായോ? അപ്പൊ നമുക്ക് അറിയത്തില്ല അവർ നീഡിയാണോ അല്ലേ എന്നുള്ളത്. നമ്മൾ ഓടിച്ചാടിപ്പോയി അതിൽ വീഴും. അപ്പോൾ വരുന്ന അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ 2 വഴിയേ ഉള്ളൂ. ഒന്ന് പരമശിവനും, ഒന്ന് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊക്കെ ഓടിച്ചെന്ന് കേടാറുണ്ട്. കാരണം 10-40 പാമ്പൊക്കെ നമ്മുടെ പുറത്ത് വീഴുക എന്ന് വെച്ചാലേ, ഒന്ന് ഓർത്തു നോക്കിക്കേ. പാമ്പ് വീഴുക, ജോലി ഇല്ലാതാവുക, ഇത് വരുന്നത് നമ്മൾ ഒരാൾക്കൊരു ഹെൽപ്പ് ചെയ്തിട്ട് അടുത്ത, പിന്നെ നമ്മൾ ചിന്തിക്കാത്ത പോലും അപവാദങ്ങൾ നമ്മുടെ പുറത്തു വന്ന് വീഴുക. ഇതൊക്കെ നമ്മൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ കറക്റ്റ് സൈക്കോ സോഷ്യൽ അസസ്മെന്റ് എടുത്തതിന് ശേഷം മാത്രം അടുത്ത തലമുറയുടെ, അതായത് നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്ന ആ വ്യക്തി അതിന് നീഡിയാണോ, അവരെ സഹായിക്കാൻ വേറെ ആൾക്കാരുണ്ടോ, ഇതെല്ലാം കറക്റ്റ് അസസ്മെന്റ് എടുത്തിട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ 21 വർഷവും, ഞാൻ നഴ്സിംഗ് 2000 പാസ്സായ 25 ആയെന്ന് തോന്നുന്നു, വർഷവും ഞാൻ ഓരോ ആൾക്കാരെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവര്, എൻ്റെ ഫസ്റ്റ് ഹെൽപ്പ് വാസ് ലൈക്ക്, ഇറ്റ് വാസ് ഒരു ത്രോട്ടിൽ ഇൻഫെക്ഷൻ വന്ന് പുഴുവൊക്കെ ആയ ഒരാളാണ്. അവർക്ക് ഇന്ന് ഇന്റർനാഷണൽ ചാമ്പ്യന്മാരാണ്, അവർ രക്ഷപ്പെട്ടു പോകും. പക്ഷെ അവരിൽ വരുന്ന ആ നെഗറ്റീവ് എനർജി അതെന്നെ പഠിപ്പിച്ചു തന്നത്. ഇപ്പോൾ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് പണ്ട്, അവൻ എന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കും 2-3 പ്രാവശ്യം ഒരു ക്ലാസ്സിൽ നമ്മളിങ്ങനെ ചിരിച്ചിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ അവനിക്കൊരു നല്ല കാര്യം പറഞ്ഞു തന്ന കാര്യം, ദുരിതങ്ങൾ കേൾക്കാതിരിക്കുക. ഞാൻ ഈ ചെയ്തുകൊണ്ടിരുന്നത് മൊത്തം അതാണ്, ജീവിതം മൊത്തം. ആരെന്ത് ദുരിതം, ഒരു വീട്ടിൽ ചെന്നാൽ ഏറ്റവും വീക്കായ ആളുടെ അടുത്തേക്കൊക്കെ ഞാൻ പോകുന്നത് അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കേട്ട് 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 ജീവിതം മുഴുവൻ ദുരിതമായി. എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഞാൻ ചെയ്യുന്നത് നല്ലതാണ്, ചെയ്യുന്നതൊക്കെ നല്ലതാണ് മറ്റുള്ളവർക്ക്. പക്ഷെ എൻ്റെ ജീവിതത്തിലെ എല്ലാ വർഷവും കറക്റ്റ്, ഞാൻ ആ എവിഡൻസ്, ഞാനൊരു ബുക്ക് എഴുതും കേട്ടോ, എല്ലാ വർഷവും ഒരു ഡിപ്രഷൻ സ്റ്റേറ്റ്. പക്ഷെ മരുന്നെടുക്കാറില്ല. ഞാൻ ചെയ്യുന്നത് ഹരേ രാമ പറയും, കണ്ടിന്യൂസ് ഹരേ രാമ ഹരേ കൃഷ്ണ. ഇതൊന്നും നിവർത്തിയില്ലാതാകുമ്പോൾ ഏതെങ്കിലും പള്ളിയിലേക്ക് ഓടിക്കയറും. കാരണം ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞ, എന്തെങ്കിലും ഒരു പാപം ചെയ്ത് തീരെ അസുഖങ്ങളിൽ എത്തിപ്പോയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും നമ്മൾ സഹായിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ വർഷവും എൻ്റെ ജോലി നഷ്ടപ്പെടുക. എൻ്റെ വീട്ടിലുള്ള എല്ലാവരും, നീ എന്തിനാ എല്ലായിടത്തും പോകും? ഞാൻ ചെയ്യുന്നതല്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം റീസെന്റ് ആയിട്ട് എന്തെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഇങ്ങനെ കുറച്ച് അസുഖം ഉള്ളതായിട്ട് അറിയാം. അപ്പോൾ അവർക്ക് നമ്മളെ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവർ നമ്മളെ എടുത്തിട്ട് അവർ പറഞ്ഞു വിടുന്നതിന് പകരം നമ്മളെ കൊണ്ട് സാധാരണ ഹെൽത്തി ആയിട്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ 7 ഇരട്ടി പണി ചെയ്യിപ്പിക്കും. നമ്മൾ തളരത്തില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇപ്പൊ പളനിയിൽ പോയി മുരുകനായിരിക്കും ഇതൊക്കെ പറഞ്ഞു തന്നത് കേട്ടോ. സ്ത്രീകളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് മുരുകൻ. വീഴ്ച നമ്മളെ രക്ഷപ്പെടും എന്നല്ല എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു തന്നത്. അപ്പോ അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ദുരിതങ്ങള് ശരിയാ, ഞാൻ കേട്ടത് മൊത്തം ദുരിതങ്ങളാണ്. അപ്പൊ എൻ്റെ ജീവിതത്തില് ദുരിതങ്ങളുടെ പെരുമഴയായിരുന്നു, മനസ്സിലായോ? അപ്പൊ അത് നിർത്താൻ ഞാൻ തീരുമാനിച്ചു എന്ന് വെച്ചാൽ, നീഡിയായ ആൾക്കാർ മാത്രം. നമ്മളൊരു സോഷ്യൽ അസസ്മെന്റ്, നമ്മളിപ്പോൾ ഒരാളുടെ ഹെൽപ്പ് ചെയ്യാൻ പറയുവാണെങ്കിൽ അവരെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ എല്ലാ ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ട്, കാരണം ഓരോ മനുഷ്യരും കഴിക്കുന്ന മരുന്നുകൾക്ക് ഓരോ എഫക്റ്റുകളുണ്ട്.
ഇപ്പോൾ ഈ സീഷർ ഇവൻസിനൊക്കെ കഴിക്കുന്ന, അല്ലെങ്കിൽ പിന്നെ ഈ ബ്രെയിൻ സംബന്ധമായ അസുഖങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകൾക്ക് നമ്മളിൽ സൈക്കോസിസ് ഉണ്ടാക്കും. നമ്മൾ സൈക്കാട്രിക് ഇഷ്യൂസ് ഉണ്ടാക്കും. അപ്പം നമ്മൾ എന്തോ പറയുന്നത് നമുക്ക് തന്നെ അറിയത്തില്ല. അപ്പം കറക്റ്റായിട്ടൊരു സോഷ്യൽ അസസ്മെന്റ് എടുത്തതിന് ശേഷം ഇതിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും റിസംബ്ലൻസ് തോന്നുന്നെങ്കിൽ അത് എൻ്റെ കുറ്റമല്ല. കാരണം ഞാൻ ഈ 24 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോസസ്സിനെ പറ്റിയാണ് പറയുന്നത്. ഞാനൊരു സ്ത്രീയെ സഹായിച്ചിട്ടുണ്ട്. ആ ഒരു ഇൻസിഡന്റ് പറയാം. അത് കഴിഞ്ഞ് ഒരു 2 വർഷത്തോളം നിത്യരോഗിയും അസുഖവും. അപ്പോൾ അവര് പാപിയായിരുന്നുവെങ്കിൽ ദൈവം പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ളവരെ സഹായിക്കാൻ. നമുക്കത് അറിയത്തില്ല. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അറിയാത്ത ഒരാളെ ഉപദ്രവിക്കരുത്. നിങ്ങൾക്കറിയാം. ഇപ്പം എൻ്റെ കൂടെ 2 ദിവസം നിന്നിട്ട് ഞാൻ ലാവിഷാണ്, ഞാൻ ക്രുക്കഡാണ്, ഞാൻ മോശം സ്ത്രീയാണ് എങ്കിലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാണാത്ത ഒരാളെ പറഞ്ഞാൽ ഞാൻ ലിസ്റ്റ് എഴുതിയിടും. എവിടെ നിന്നോ ഇങ്ങനെ എന്നെ പറഞ്ഞു, മുരുക പരിഹാരം ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ. എന്നെ ഇങ്ങനെ വേറെ ആരോടോ പറഞ്ഞേ, എന്നെ ഇങ്ങനെ പറഞ്ഞേ, ഇതിന് പരിഹാരം കൊടുത്തേക്കണേ, എഴുതിയിടും. ഞാൻ കണ്ടിട്ടുണ്ട്, ഉടനെ അല്ല, വർഷങ്ങൾക്ക് ശേഷം. സോ ഞാൻ എനിക്ക് ജീവിക്കണം, മനസ്സിലായോ? എൻ്റെ ഇമ്പോർട്ടൻസ് എൻ്റെ കുട്ടി മാത്രമാണ്, വേറെ ഒന്നും എൻ്റെ മുമ്പ് വരില്ല. പിന്നെ ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്, അല്ലേ? മനുഷ്യ സ്ത്രീയിൽ സഹജമായ എല്ലാ ഇതും എന്നിലും ഉണ്ടാവും, മനസ്സിലായോ? അപ്പോൾ എനിക്ക് ജീവിച്ചിരുന്നേ പറ്റുള്ളൂ. എഴുതിയിടും. ഞാൻ എഴുതിയിടുന്ന പുറകിലിരിക്കുന്ന കുറേ ആൾക്കാരുടെ മുമ്പിലേക്ക് ഞാൻ എഴുതിയിടാറുണ്ട്. എന്നെ ഇങ്ങനെ ചെയ്തേ, എന്തെങ്കിലും ഒന്ന് ചെയ്തേക്കണേ, കാരണം നിവർത്തിയില്ലാത്തതുകൊണ്ടാണ്. Got it? Bye bye.